അകാലത്തിൽ വിട പറഞ്ഞ മിനി സ്ക്രീൻ താരങ്ങള് പലപ്പോഴും ആരാധകരെ ഒരുപാട് കണ്ണുനീരിലാഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്നും പ്രേക്ഷകർക്ക് നോവായി മാറിയ, ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാത്ത വിങ്ങല് സൃഷ്ടിക്കുന്ന ചില വേർപാടുകളുണ്ട്. 10 വർഷത്തോളം ക്യാൻസറിനോട് പോരാടിയ ശേഷമാണ് സീരിയൽ താരം ശരണ്യ ശശി ലോകത്തോട് വിട പറഞ്ഞത്. നിരവധി സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ ശരണ്യ 2021 ഓഗസ്റ്റ് 9 ട്യൂമർ ബാധിതയായിട്ട് മരണപ്പെടുന്നത്. ഒരുപാട് കാലം അവര് ചികിത്സയിലായിരുന്നു. ഒപ്പം രോഗത്തെക്കാൾ കൂടുതൽ അവരെ സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ഒപ്പം അവരെ വിവാഹം കഴിച്ച ഭർത്താവ് ഇട്ടിട്ട് പോയി. അവസാനം സിനിമാ മേഖലയിലുള്ള സീരിയൽ മേഖലയിലുള്ള പല സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. പിന്നീട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എങ്ങനെയും വരുമാനം ഉണ്ടാക്കി ചികിത്സ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു ജീവിതം, വീട്, ഇങ്ങനെയുള്ള സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് തീർത്തും അപ്രതീക്ഷിതമായിട്ട് ശരണ്യ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലാത്ത ആ യാത്രയ്ക്ക് ഒരുമ്പെട്ടത്. അതുപോലെ തന്നെ 41 വയസ്സിലെ കരള സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു സുബി സുരേഷിന്റെ മരണം. 2023 ഫെബ്രുവരി 22 സുബി മരണപ്പെടുന്നത്. ഹാസ്യ താരമായിട്ടും അവതാരകയും ഒക്കെ ആയിട്ട് മലയാളികൾക്ക് ഒരുപാട് സുപരിചിതയാണ് നമ്മുടെ സുബി. പിന്നീട് നമ്മളെയൊക്കെ ഒരുപാട് വേദനയിലാഴ്ത്തിയ ഒരു മരണമാണ് സ്വാന്തനം സീരിയലിന്റെ സംവിധായകനായിരുന്ന ആദിത്യൻ. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു ആദിത്യന്റെ മരണം. സീരിയൽ രംഗത്തെ മിക്ക ആളുകൾക്കും തീരാ നോവായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ വിയോഗം. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ കാർ അപകടത്തിൽപ്പെട്ടായിരുന്നു നമ്മുടെയൊക്കെ പ്രിയ താരമായ കൊല്ലം സുധിയുടെ മരണം. ഉല്ലാസ് അരൂര്, ബിജു അടിമാല് തുടങ്ങിയ സഹതാരങ്ങളൊക്കെ സുധിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. കുടുംബം ആകെപ്പാടെ തകർന്ന തരിപ്പണമായ അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന് കയറിക്കിടക്കാൻ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ സുധിയുടെ മരണശേഷം സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായ ഒരു വീട് എന്ന സ്വപ്നം മലയാളികള് സാധിച്ചു കൊടുത്തു. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തുള്ള അപ്പാർട്ട്മെന്റിലാണ് നടി രഞ്ജിഷ മേനോൻ 2023 ആത്മഹത്യ ചെയ്ത നിലയിൽ നമ്മളെ കണ്ടെത്തി. മരിക്കുമ്പോൾ ഏതാണ്ട് 35 വയസ്സേ അവർക്കുണ്ടായിരുന്നുള്ളൂ. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് അവര് മരിച്ചത്. ഇതുപോലെ തന്നെ നമ്മളെ വേദനിപ്പിച്ച മറ്റൊരു നടനാണ് കഴിഞ്ഞ ദിവസം കരൾ രോഗത്തെ തുടർന്ന് അന്തരിച്ച വിഷ്ണു പ്രസാദ്. കരള് ദാനം ചെയ്യാൻ മകള് തയ്യാറൊക്കെയായിരുന്നുവെങ്കിലും അതിനൊന്നും കാത്തു നിൽക്കാതെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായത്. പലപ്പോഴും ഇവരിൽ പലരുടെയും മരണം എന്ന് പറയുന്നത് സിനിമയ്ക്കും സീരിയലിനും ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിനായിട്ട് വിശ്രമമില്ലാതെ, സ്വന്തം ആരോഗ്യം നോക്കാതെ പണിയെടുത്ത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഓടി നടന്നുള്ള യാത്രയിൽ പലപ്പോഴും അവർക്ക് ലഭിക്കുന്ന ചില സൂചനകൾ, ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വലിയ കാര്യമായിട്ട് അവർക്ക് പരിഗണിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഷൂട്ടിങ്ങിന്റെ തിരക്കായിരിക്കും, ചിലപ്പോൾ ഇതൊക്കെ അവരുടെ സ്ഥിരം യാത്രയുടെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ എന്തെങ്കിലും ക്രമക്കേടൊക്കെ ആയിരിക്കാം എന്നൊക്കെ വിചാരിച്ച് അവർക്കുണ്ടാകുന്ന ചില ചങ്കിന് വേദന, ഇല്ലെങ്കിൽ വയറിനുണ്ടാകുന്ന പ്രശ്നങ്ങള്, ഇങ്ങനെയുള്ള കാര്യത്തെയൊക്കെ പലരും വലിയ കാര്യമായിട്ട് തുടക്കത്തിൽ പരിഗണിക്കാതെ ഇരുന്നതിനെ തുടർന്നാണ് പിന്നീട് രോഗം മൂർച്ഛിക്കുകയും പലരും വലിയ രോഗത്തിന്റെ അടിമകളാണ് എന്ന് താമസമില്ല തിരിച്ചറിയുകയും ചെയ്തത്. പ്രത്യേകിച്ച് കരൾ രോഗ സംബന്ധമായിട്ട് നടന്ന നമ്മുടെ സുബിയെ സംബന്ധിച്ചിടത്തോളം മഞ്ഞപ്പിത്തത്തിലായിരുന്നു രോഗത്തിന്റെ തുടക്കം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചെറിയ പനിയാസവും അതൊന്നും കൃത്യസമയത്ത് അവർക്ക് പ്രോപ്പറായിട്ട് ചികിത്സിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്തൊക്കെ പല പ്രോഗ്രാമിന്റെ തിരക്കായിരുന്നു. ഇതുപോലെയാണ് ഓരോ നടന്മാര്. അതുപോലെ പുരുഷന്മാരായ ചില വ്യക്തികളൊക്കെ അവരുടെ ആരോഗ്യം വേണ്ടവിധം ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ മദ്യത്തിന് അടിമകളായിരുന്നു. അങ്ങനെയും മരണം ക്ഷണിച്ചു വരുത്തിയ നടന്മാരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്.